പ്രശസ്ത പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോർജ് പുളിക്കനുമായി നടത്തുന്ന രാഷ്ട്രീയ സംഭാഷണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മളിത് പറയാണ്, കാരണം തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത സമയത്ത് ഇതൊന്നും ചർച്ച ചെയ്താൽ ആളുകൾ ശ്രദ്ധിക്കില്ല, രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കില്ല. ഇപ്പൊ നമ്മളിത് സംസാരിക്കും, രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കും, ഓ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലേ എന്നുള്ളൊരു തോന്നലെങ്കിലും വരും. അതെ 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 അതെ, തോന്നൽ വന്നാൽ അവർക്കുള്ള അവർക്കുള്ള അതന്നെ. പിന്നെ എലക്ഷൻ വരുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ പലരും വരും, പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ വരും, പലതരത്തിലുള്ള നിർബന്ധങ്ങൾ വരും. അപ്പം കൊള്ളരുതാത്ത സ്ഥാനാർത്ഥികളൊക്കെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്യും. ഇതുകൊണ്ട് ജനങ്ങളൊക്കെ ഭയങ്കരമായി രാഷ്ട്രീയമായി പ്രബുദ്ധരായിരുന്നോ ഇനി നല്ല സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുക്കുള്ളൂ എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. ഇനിയും അത്തരത്തിലുള്ള ആളുകൾ വരും, എം മണിമാർ ഇനിയും വരും, അല്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരും, എല്ലാ ആളുകളും വരും. അവരൊക്കെ ജയിക്കുകയും ചെയ്യും, വീണ്ടും മന്ത്രിമാരാകും. ഇതെല്ലാം നമ്മൾ കാണേണ്ടി വരും, ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. അല്ലെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കാൻ വേണ്ടി പുറപ്പെടില്ലല്ലോ. അത് മാതാവിന് കിരീടം കൊടുത്തായാലും എടുക്കും, എങ്ങനെയെങ്കിലും എടുക്കും. എന്തൊരു അവസ്ഥയാന്ന് ആലോചിച്ച് നോക്കണേ. പുള്ളി എന്തിനാണ് മാതാവിന്, അതായത് 34% വോട്ട് ഷെയർ ഉള്ള ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നമുക്കറിയാം. തൃശ്ശൂരായാലും ചാലക്കുടി ആയാലും ഇപ്പം കോട്ടയത്തെക്കാളേറെ നിർണായകമാകുന്ന ഒരു ഇലക്ഷനാണ് അവിടെ നടക്കുന്നതെന്ന് അറിയുന്നതുകൊണ്ടാണ് മാതാവിന് സ്വർണ്ണ കിരീടം പോകുന്നത്. അല്ലെ, ഇത് സ്വർണ്ണ കിരീടം ഒന്നും കൊണ്ടു കൊടുക്കില്ലല്ലോ. അപ്പൊ മാതാവിന് യഥാർത്ഥ സ്വർണ്ണ കിരീടം ഒന്നും ആവശ്യമില്ല, ഒരാവശ്യമില്ലല്ലോ. പക്ഷെ മാതാവിനെ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗത്തിന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വേറെ സാധനമൊന്നുമില്ല, സ്വർണം തന്നെയാണ്. അതൊക്കെ ഇവരുടെയൊക്കെ തെറ്റിദ്ധാരണയാന്നേ, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു വെറും ധാരണകളാണ്. അങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ ഉടനെ ക്രിസ്ത്യാനികളെല്ലാം, ആ പള്ളിയിലെ ക്രിസ്ത്യാനികളെല്ലാവരും വോട്ട് ചെയ്യും, ആ രൂപതയിലെ ക്രിസ്ത്യാനികളെല്ലാം. അങ്ങനെയുണ്ടോ രാഷ്ട്രീയം? അങ്ങനെ ഇത് ഒരു കാര്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. ഇതാരാണ് ഈ ഇത്തരത്തിൽ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതാണ്, ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ഇതൊക്കെ സ്ട്രാറ്റജിയാണ്. അതാ ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തെ പൊളിറ്റിസൈസ് ചെയ്യുന്നതിന് പകരം അതിനെ ജാതിവൽക്കരിക്കുകയും സമുദായവൽക്കരിക്കുകയും ചെയ്യുന്നിടത്തു നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പഞ്ചായത്ത്, എനിക്കറിയാവുന്ന 2-3 രാഷ്ട്രീയ പാർട്ടികൾ, ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം ചെയ്യുന്നത് അവരുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലത്തിലെ അല്ലെങ്കിൽ വാർഡിലെ ജാതി തിരിച്ചിട്ടുള്ള സെൻസസ് ഇവർ തന്നെ എടുക്കുകയാണ്. എന്നുവെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ള 6 ഇന്ന ജാതിക്കാർ, ഇന്ന കുടുംബങ്ങൾ, ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെൻസസ്. അതിൻ്റെ അകത്ത് വേറൊന്നും മാനേണ്ടമില്ല. എത്ര ഓർത്തഡോക്സ്, എത്ര യാക്കോബ, എത്ര കത്തോലിക്കൻ, എത്ര ഹിന്ദു, എത്ര ഈഴ, ഇങ്ങനെ തിരിച്ച ലിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ പരിപാടി ഇവരുടെ ഇതാണ്. എന്നിട്ടാണ് അവരെ സ്വാധീനിക്കാൻ പറ്റിയ ആളുകളെ കണ്ടുപിടിച്ച് അവർ വഴി അത് ഓപ്പറേറ്റ് ചെയ്യുക. ഫോണെങ്കിൽ ഫോൺ, അല്ലാത്തെങ്കിൽ അല്ല. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ജാതി സെൻസസ് പല സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഓൾറെഡി അത് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ട്, എനിക്കറിയാവുന്ന 2-3 രാഷ്ട്രീയ പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ സെൻസസ് എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു നടക്കുകയാണ്. ഇതാണ് ആദ്യത്തെ തീരുമാനം. എത്ര SC/ST, എത്ര നായര്, ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയ എന്നിട്ട് ഓപ്പറേഷൻ പഞ്ചായത്ത് തലത്തിൽ വരെ നടക്കുന്നുണ്ട്. ഇതാരോട് നമ്മൾ പറഞ്ഞത് പറ്റിക്കും. അതാ ഞാൻ പറഞ്ഞ എന്ത് രാഷ്ട്രീയം, പൊളിറ്റിക്സ്. അതല്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ എല്ലാ നിങ്ങളും നോക്കിയ റിലീജിയസ് പരിപാടികളിൽ എല്ലായിടത്തും മന്ത്രിമാരുണ്ട്. എന്തിനത്? സഭയുടെ എല്ലായിടത്തും ഈ വലിയ പറയുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്നൊക്കെ പറയുന്ന ഒരു കാരണവശാലും പോകാൻ പാടില്ല. എല്ലാവരും പോകും. അപ്പൊ എന്നിട്ട് ഒരു സ്ഥലത്ത് അന്ധവിശ്വാസത്തിനെതിരെ ക്യാമ്പയിൻ, മദ്യത്തിനെതിരെ ക്യാമ്പയിൻ, ഇങ്ങനെയല്ല. EMS ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയുടെ നേതൃത്വത്തിൽ കുറെ അച്ഛന്മാര്, കർദിനാളന്മാര് പോയിട്ട് മദ്യനിരോധനം നടപ്പാക്കണമെന്ന് പറഞ്ഞു EMSനോട്. അപ്പോൾ EMS പറഞ്ഞ് ഞാൻ നടപ്പാക്കാം. ആദ്യം തിരുമേനിമാരിൽ പോയിട്ട് ക്രിസ്ത്യാനികളുടെ കൂടി നിർത്തിയിട്ട് വരാൻ പറഞ്ഞു. മനസ്സിലായി? അത്ര ഇതൊക്കെയാണ് ഇവിടെ. ഇത് ഇവർക്ക് പറ്റാത്ത കാര്യങ്ങളാ. എന്നിട്ടാണ് ഈ കളി കളിക്കുന്നത്. ഈ മദ്യനിരോധനം യഥാർത്ഥത്തിൽ ഭയങ്കരമായൊരു തമാശയാണ് അല്ലേ? മദ്യം നിരോധിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ മദ്യനിരോധനം എന്ന് പറഞ്ഞ് നടക്കുന്ന വഴികളിൽ ഇതൊരു ബിസിനസ് ആയിട്ട്
അതിന് വേറൊരു മദ്യം കാര്യമാണ് നിരോധിക്കാൻ വേണ്ടി പോയ സർക്കാർ സംഭവിച്ച ദുരന്തം. ഇതൊക്കെ അതേ പറയണേ, ഇതെല്ലാം നടന്നിട്ട് ഇത് സ്വന്തം സമുദായത്തിൽ പോലും നടപ്പാക്കാനില്ല, ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല. ഇതൊക്കെ അല്ല ഞാൻ പറഞ്ഞ ഇതാണ് അവസ്ഥ. അപ്പൊ ഇതിനെ ഇങ്ങനെ നടക്കുന്ന ഒരു രാഷ്ട്രീയ ഇതിലാണ് നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. നമുക്കൊരു പരിശോധന നിങ്ങളുടെ ഇവിടെ ഈ വൈറ്റ് സ്വാൻ തന്നെ അങ്ങനെ ഒരു അടുത്ത സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ മുഴുവൻ പാർട്ടികളുടെയും സ്വതന്ത്രരുടെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പൊ അറിയാം നമുക്ക് ഓരോ മണ്ഡലങ്ങളിലും ഏത് സ്ഥാനാർത്ഥിയാണ് വന്നിരിക്കുന്നതില്ല ഏറ്റവും അധികം. അപ്പൊ ജാതിയ അല്ല പിന്നെ എന്ത് രാഷ്ട്രീയം അവിടെ ഉള്ളത്? രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഒരാളെ നിർത്താൻ പറ്റുമോ? ഇപ്പൊ നമുക്കറിയാം തിരുവനന്തപുരത്താണ് അതിനൊരു ചേഞ്ച് ശശി തരൂർ വന്നപ്പോൾ. അതുവരെ നാടൻ സ്ഥാനാർത്ഥികളിൽ നിൽക്കുന്നത് മനസ്സിലായി. ഇത് ഏത് ലോജിക്കാന്നീ പറയുന്നത്? എന്ത് കാര്യം പറയണേ? ഒരു മത നേതാവ് അല്ല ഒരു സമുദായത്തിന്റെ നേതാവ് വന്നിട്ട് അയാൾ ഞങ്ങളുടെ നായരല്ല ഡൽഹി നായരാണെന്ന് പറയാൻ മാത്രമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ലേ? അപ്പൊ അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അന്ന് പുള്ളി 1 ലക്ഷം വോട്ടിന് ജയിച്ചത്, അത് വേറെ കാര്യം. അല്ല വേറെ സംഭവമുണ്ട്. ഈ സുമാരൻ നായർ ആരെങ്കിലും തോക്കണമെന്ന് പറഞ്ഞാൽ അയാൾ ജയിക്കും. രണ്ടുപേരും വെള്ളപ്പള്ളി. ഇവര് യഥാർത്ഥത്തിൽ മനഃപൂർവ്വം ചെയ്യുന്നതാണോ സംശയം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ പറയാം. അപ്പൊ അയാൾ അവിടെ ജയിച്ചോളൂ. അതിപ്പോ കത്തോലിക്ക സഭയൊക്കെ ഒന്ന് പിടിച്ചു നോക്കുന്നതാണ് കണ്ടത്. ഈ 300 ആക്കിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യാം, ഞങ്ങൾ ഒരാളെ ഡൽഹിക്ക് അയക്കാം. ഇവരുടെ ഇരിക്കുന്ന ഈ പോക്കറ്റിന്റെ അടുത്ത് അപ്പുറത്തോട്ട് വെക്കില്ലല്ലോ. അതൊരു വലിയ കാര്യമാണ്. ഇതൊരു പഠന വിഷയമാണ്. ശരിയല്ല, നമ്മളിപ്പോ ഇത്ര നേരം സംസാരിച്ച വിഷയം യഥാർത്ഥത്തിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്റ്റഡി നടക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ കേരളത്തിലെ ഇതിന്റെ ഇത്രയും കാലം നടന്ന ഇലക്ഷൻ, അതിൽ എങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം വന്നത്, എങ്ങനെയൊക്കെ ആരൊക്കെയാണ് ജയിച്ചത്, അവർ ജയിക്കാനുള്ള വേറെ തമാശയോടുണ്ട് ഇതിൻ്റെ കൂട്ടി വയ്ക്കുന്നു. ഇപ്പൊ സമുദായ നേതാക്കന്മാർ പറയണത് എന്തിനാ ഈ സെൻസസ്, ഈ ഉദ്യോഗസ്ഥ സെൻസസ് നടത്തണമെന്ന് എനിക്ക് പറഞ്ഞല്ലോ. അവിടെ എത്ര നായരുണ്ട് എത്ര ഈഴവരുണ്ടെന്നാ കണ്ടെത്തണേ. മനസ്സിലായ? അവിടെ ഈ KP കേശവനും പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ KP കേശവൻ വേറെ ആളും കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും മാതൃഭൂമിയുടെ മുന്നിലെത്തിയപ്പോഴത്തേക്ക് അടുത്ത ആൾ ചോദിച്ചു അത്രേ ഇവിടെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ടാ? അപ്പൊ പുള്ളി പറഞ്ഞു അവിടെ 100 പേരുണ്ട്, എത്ര പേര് ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അതെന്ന് പറഞ്ഞാല് ഈ ഇതില് ജോലി ചെയ്യുന്ന ഒരാളാണെന്നല്ല നോക്കുന്നത്, അവിടെ എത്ര നായര് കയറിയിട്ടുണ്ട്, അവിടെ എത്ര. അപ്പൊ ഇത് ദുഷിച്ചു താറിയ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ യഥാർത്ഥം. നമുക്ക് അങ്ങനെ തള്ളിക്കളണ്ടല്ല, എന്നാൽ പോലും ദുഷിച്ചു താറിയ സംശയം അതിങ്ങനെ അങ്ങനെ കൂടുതൽ വന്നോണ്ടിരിക്കുക. അതിന് സംശയമൊന്നുമില്ല. തീരെ തൻ്റെ ഇടം ഉണ്ടാണ്. അത് ഈ ഭരിക്കുന്നവരായാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും നാളെ ഭരിക്കാൻ പോകുന്നവരാണെങ്കിലും ആരാണെങ്കിലും അതിനൊരു തൻ്റെ ഇടമാണ്. ആ തൻ്റെ ഇടം നേരത്തെ രാഷ് പറഞ്ഞ പോലെ ജാതി അടിസ്ഥാനത്തിൽ മത അടിസ്ഥാനത്തിൽ കാണിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അതെ അതെ അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അത് ആ രീതിയിൽ കാണിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പറയാനുള്ള ധൈര്യം വേണ്ടേ നോക്ക്. ഇപ്പൊ നമുക്കറിയാം ഈ ധൈര്യത്തിന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്കറിയാം കഴിഞ്ഞ 5 വർഷം മുന്നേ ഇതേ സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എന്താണ് ഇവിടെ ഭീകരമായി ശബരിമലേന്റെ പേരിൽ വലിയ രീതിയിലുള്ള പിന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഭക്തിയുടെ പേരിൽ അന്ന് നമ്മൾ കണ്ടില്ലേ രാഷ്ട്രീയക്കാരുടെ. അന്നാണ് യഥാർത്ഥത്തിൽ മുട്ടിലിഴയുന്ന പലരും മുട്ടിലിഴയുന്ന കണ്ടു, പലരും ഭിക്ഷാടന വരയ്ക്കുന്നു. ഭയങ്കരമായി പ്രതിരോധത്തിലായി. പറയാതിരിക്കാനും പറ്റൂല. പലരും പകുതി പറയുന്നു, എന്ത് വേണമെന്ന് അറിയാത്തൊരവസ്ഥ. ഇത് ഒരു ശരിക്കും അന്ന് CPM വെള്ളം കുടിച്ചു, ഭയങ്കരമായി വെള്ളം കുടിച്ചു. കോൺഗ്രസ് പകുതിയെ വെള്ളം കുടിച്ചിട്ടുണ്ട്. കാരണം സുധാരണ പോലുള്ള ആള് പെട്ടെന്ന് ചാടി വീണിട്ട് നമ്മൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ചില നേതാക്കന്മാര് വിശ്വാസികളുടെ കൂടെയാണെന്ന് പറയുമ്പോൾ പോലും എന്ത് ഒരു രാഷ്ട്രീയ പാർട്ടി അതല്ലല്ലോ പറയേണ്ടത്. അല്ല ഒരു നയം പറയണമായിരുന്നു. അതാണ് കാര്യം. നിലപാട് വേണ്ടേ? കോടതി വിധിയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് CPM ആദ്യം പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അവര് മാറി ഇല്ലല്ലോ. പേടിയാണ്. ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ട് ശബരിമലയോ അതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ഇപ്പം അന്ന് വനിതാ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഇവര് വലിയ രീതിയിൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, ഓർമ്മയുണ്ടല്ലോ, അത് വലിയ മതിലൊക്കെ കെട്ടി. വെള്ളാപ്പള്ളി നടേശനും പുന്നല ശ്രീകുമാറൊക്കെ അടങ്ങുന്ന വലിയ സാംസ്കാരിക പിന്നെ 2ാം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടാക്കി. എവിടെ പോയി ഇതൊക്കെ? പുന്നല ശ്രീകുമാറും ഇല്ല, വെള്ളാപ്പള്ളി നടേശനും ഇല്ല, ആരും ഇല്ലല്ലോ. ആർക്കെങ്കിലും നവോത്ഥാനം ഉണ്ടോ? അതൊക്കെ അവരവരുടെ സ്വന്തം ഉദ്ധാനങ്ങളല്ലാതെ. ഇങ്ങനെയുള്ള ഭയങ്കര വിചിത്രമായ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടു. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത പണിയാണ്. കാരണം ഇവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പുന്നലേനെയും വെള്ളാപ്പള്ളിനെയും ഒക്കെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഈ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും. പക്ഷെ സംഭവിച്ചെന്താണ്? 19 സീറ്റ് വാഷ് ഔട്ടായി ഇല്ലേ, ഒഴുകിപ്പോയി. ശരിക്കും 2018 വെള്ളപ്പൊക്കം പോലെ പിന്നെ സംഭവിച്ചത്. അങ്ങനെ ഒഴുകിപ്പോയി.
ആരും ശേഷിച്ചില്ല, ഒരാൾ മാത്രം ശേഷിച്ചു ഇവിടെ ആലപ്പുഴയിൽ മാത്രം. ആലപ്പുഴയിൽ അയാളും കൂടി ജയിച്ചില്ലായിരുന്നെങ്കിൽ പക്ഷെ ഞങ്ങൾ പണ്ട് രാഷ്ട്രീയമായി ബോധമുള്ളവരാണ്. നിങ്ങളെ സമ്മതിച്ചോ? ഞാൻ വിചാരിക്കും നിങ്ങൾ എപ്പോഴും പറയുന്ന കണ്ണൂരല്ലേ രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനം. കണ്ണൂരാണ്. അങ്ങനെയല്ല, ഞങ്ങളാണ് ആലപ്പുഴക്കാരാണ് അതിന്റെ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവര്. അതല്ല, അതിലൊരു രാഷ്ട്രീയമുണ്ട്, നമ്മളത് പറയേണ്ട രാഷ്ട്രീയം കൂടിയാണത്. കാരണം എന്നറിയാമോ, ഒരു മുസ്ലിം സ്ത്രീ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് മാത്രമാണ് അന്ന് യഥാർത്ഥത്തിൽ ഈ ആരിഫ് ജയിച്ചതെന്നുള്ളതാണ് പിന്നീടുണ്ടായ വിലയിരുത്തൽ. ആ മുസ്ലിങ്ങൾക്ക് നല്ല വോട്ട് ശതമാനമുള്ള സ്ഥലമാണല്ലോ ആലപ്പുഴ, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇവിടെയുള്ള പല UDF അനുകൂലികളും അവരൊരിക്കലും ഒരു മുസ്ലിം സ്ത്രീക്ക് വോട്ട് ചെയ്യില്ലെന്ന്. കാരണം മുസ്ലിം സ്ത്രീ ജയിച്ച് അവിടെ പോകാന്നൊക്കെ പറഞ്ഞ് അവർ മതപരമായി കുഴപ്പമാണെന്ന് കണ്ടുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആരിഫ് തോറ്റുപോയെന്നാണ് പിന്നീടുണ്ടായ പഠനം. ഈ പഠനത്തെ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്ന് പറയും. ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായിരുന്നത് അതുണ്ടാവും. അതൊക്കെ ഈ ഇതരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊന്നും അങ്ങോട്ടൊന്നും പോകണ്ട, അതൊക്കെ നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ആരിഫ് പോയാൽ മതി. കാരണം എന്താ പറയുക, രണ്ടും ഒരേ വിഭാഗത്തിൽ നിന്നാകുമ്പോൾ പിന്നെ അതിൽ ആർക്ക് ആണിനാണല്ലോ, ആൺകോയും ഏറ്റവും കൂടെ ഉള്ള ഒരു മതാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആര് അങ്ങനെ അയക്കാൻ പറ്റുള്ളൂ. അതതിന്റെ രീതി. പിന്നെ അപ്പൊ അരൂര് ഷാനുമോൾക്ക് CPM വോട്ട് ചെയ്തത് പറയേണ്ടി വരും. അല്ല, അത് അങ്ങനെ ഒരു സംഭവം ആരോപണം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ സുധാകരനെതിരെ ഉണ്ടാകുന്ന ഒരു വലിയ വിഷയം തുടങ്ങുന്ന അരൂരെ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണല്ലോ. ആ ബൈ ഇലക്ഷൻ തൊട്ട് തുടങ്ങിയാണല്ലോ ഇന്ന് ജി സുധാകരൻ ഈ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. നമ്മുടെ ആകസ്മികമായിട്ടാണ് ജി സുധാകരൻ്റെ അടുത്തേക്ക് വന്നെങ്കിൽ പോലും ഈ ചേർത്തലയിൽ രാഷ്ട്രീയവും എല്ലാ തരത്തിലുള്ള സമവാക്യങ്ങളൊക്കെ നന്നായി അറിയുന്നത്. ആലപ്പുഴയുടെ മൊത്തത്തിലുള്ള കേരളത്തിലെ രാഷ്ട്രീയം മൊത്തം അറിയില്ല എന്നല്ല, കുറച്ചും കൂടി ഗ്രാസ് റൂട്ട് ലെവലിൽ ആലപ്പുഴയുടെ രാഷ്ട്രീയം അറിയുന്ന ആളാണ്. ഈ ജി സുധാകരൻ്റെ ഈ നിലപാട് യഥാർത്ഥത്തിൽ എന്താണ് CPM-ന് വരാൻ പോകുന്നത്? അല്ല, CPM എന്ന് പറയുന്ന ഒരു പാർട്ടി സംഘടനാ ശക്തിയിൽ ജി സുധാകരൻ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ജി സുധാകരൻ്റെ നിലപാടിൽ കറക്റ്റാണ്, അതിന് സംശയമൊന്നുമില്ല. ജി സുധാകരൻ കേരളം കണ്ട എണ്ണപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ്. ഒരു അഴിമതിയില്ലാത്തൊരു വകുപ്പ് അതിമനോഹരമായി കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമല്ല. കേരളത്തിലെ നമുക്കറിയാം, വികസന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ റോഡുകളുടെ കാര്യത്തിലൊക്കെ ജി സുധാകരൻ തന്നെയാണ് അതിൻ്റെ അകത്തൊരു വഴികാട്ടി എന്ന് പറയുന്നത്. കാരണം ഈ ഇത്തരം സർക്കാർ ഓഫീസുകളിലെ അഴിമതി പോലും, പക്ഷേ PWD വകുപ്പിലെ അഴിമതി പോലും നിലയ്ക്ക് നിർത്തിയ പേടിയായിരുന്നല്ലോ. ഭരണാധികാരികൾ അത്യാവശ്യം പേടിയൊക്കെ വേണം. മന്ത്രിമാർക്ക് ഇത് അറിയണം, മന്ത്രിമാർക്ക് ഈ വകുപ്പ് എന്താണെന്ന് അറിയണം, ഇതെങ്ങനെ കൊണ്ടുപോകാന്ന് അറിയണം, അതൊക്കെ അറിയുന്ന ആൾ തന്നെയാണ് ശ്രീ. പക്ഷെ പാർട്ടിയുടെ ഒരു സംഘടനാ ശക്തിയിൽ ജി സുധാകരൻ എന്തുമാത്രം എന്നോട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും ഒരു കാലത്ത് ആലപ്പുഴയുടെ പിന്നെ അയാളുടെ കാഴ്ച അല്ല, അയാൾക്ക് എപ്പോഴും ഒരു ശ്രോതാക്കളുണ്ട്. അതെ, പറയുന്നതിൽ ഒരു കാലത്ത് അതെന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ സത്യസന്ധതയിൽ വിശ്വാസമുള്ളതാണ്. ആലപ്പുഴയുടെ രാഷ്ട്രീയം, അതായത് CPM രാഷ്ട്രീയം എങ്ങോട്ട് നീങ്ങണം, എന്ത് നിലപാട് സ്വീകരിക്കണം ഒക്കെ കൃത്യം. അല്ല, അതേ പറഞ്ഞ അതൊക്കെ ഒരു സംഘടനാ സെറ്റപ്പിൽ നിന്നുകൊണ്ടാണല്ലോ അദ്ദേഹം ചെയ്തിരുന്നത്. ഏതെങ്കിലും ഒരു പക്ഷം എന്ന് പറയുന്ന ഒരു സംഘടന ഇതുണ്ടായിരുന്നു. അല്ല, അത് ഉണ്ടായെന്ന് പറയുമ്പോൾ VS-നെതിരെ നിലപാട് സ്വീകരിച്ചാണ്, അത് വിജയിക്കുകയും ചെയ്താണ്. അല്ല, അതേ പറഞ്ഞ അതൊക്കെ ഒരു സംഘടനയുടെ ശക്തരായിരിക്കുന്ന കാലത്താണ്, അല്ലാതെ VS ദുർബലമായ സമയത്തല്ല. അപ്പോഴും അദ്ദേഹം നിന്നത് ഒരു പാർട്ടിയുടെ സംഘടനാ ശക്തിക്കൊപ്പാണ്. ഇപ്പോഴും സംഘടനാ ശക്തിക്കൊപ്പാണെങ്കിലും പുള്ളിക്ക് ആ നിലപാട് പാർട്ടി വേറെ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പുള്ളിക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പുള്ളി പറയുന്നത് ഉൾക്കൊള്ളുന്ന ആളുകളുടെ എണ്ണം കുറയാണ്. അല്ല, പക്ഷെ എങ്കിൽ പോലും ഈ വലതുപക്ഷ വ്യതിയാനം പുള്ളി എപ്പോഴും പറയുന്നത്, പുള്ളി പറയണത് എന്താ യങ്സ്റ്റേഴ്സ് വായിക്കുന്നില്ല പാർട്ടിയിൽ. അത്തരം നിലപാടുകളൊക്കെ ശരിയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് എന്തുകൊണ്ടാണ് CPM ആ രീതിയിൽ ഇതിനെടുക്കാതിരിക്കുകയും ഈ സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ധാരണയിലേക്ക് അല്ല, ഏത് പേരിട്ട് വിളിച്ചാലും അത് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് CPM, പ്രത്യേകിച്ച് കോൺഗ്രസും അങ്ങനെ തന്നെയാണ്. അതെ, അപ്പോൾ അത് വലിയ ദുരന്തമാണ്. അത് ശരിയായ പോക്കല്ല. അതാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞ അതാണ്. അതിനെതിരാണ് സുധാകരൻ നിൽക്കുന്നത്. കാരണം സുധാകരനെ പഠിപ്പിച്ച ജീവിതം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ജീവചരിത്രത്തെ കുറിച്ചും ഒക്കെ പറയുന്നത്. ജീവചരിത്രം എഴുതാൻ അനുഭവമുള്ളവരെ എഴുതാവുള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, അതാഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞ അതാണ് പുള്ളിയുടെ നിലപാട്. അതിൽ തെറ്റൊന്നുമില്ല. അല്ല, പക്ഷേ അദ്ദേഹം ഇത് പറയുമ്പോഴും നമുക്കിപ്പം ജി സുധാകരൻ്റെ കൂടെ ദീർഘകാലമായി നിന്ന നേതാക്കന്മാരുണ്ട്. CPM-ൽ താഴെക്കെട്ടിലെ കുറേ നേതാക്കന്മാരുണ്ട്, അല്ലാത്ത ആഭിമുഖ്യമുള്ളവരുണ്ട്, പിന്നെ പാർട്ടി മെമ്പർമാരല്ലാത്ത CPM-ന്റെ അനുഭാവി ഗ്രൂപ്പുകളുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ജി സുധാകരൻ തെറ്റാണെന്ന് ഇതുവരെ അവർക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ജി സുധാകരൻ ഒരു നിലപാട്
അല്ല, ആ നിലപാട് രാഷ്ട്രീയ ഇപ്പോഴത്തെ ഇനിയുള്ള പാർട്ടിയിൽ വില പോകില്ല എന്നാ ഞാൻ പറഞ്ഞത്. അല്ല, പാർട്ടിയിലൊക്കെ പാർട്ടി മെമ്പർമാർ, പക്ഷേ സാധാരണക്കാരുടെ അതൊക്കെ ഉണ്ട്. അവിടെയാണ് വിഷയം. അല്ല, അത് പക്ഷെ പുള്ളി അങ്ങനെ ഒരു നിലപാട് ഇനി പുറത്ത് ഇറങ്ങി നിലപാട് എടുക്കുക അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അല്ല, ശരിയാണ്. പക്ഷേ പോലും VS-നെ തോൽപ്പിച്ച സ്ഥലം കൂടിയാണ് ഇത് ആലോചിക്കണം. അതൊക്കെ ഒരു നിലപാട് സ്വീകരിച്ച് VS-നൊക്കെ തോൽപ്പിച്ച സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ, അതായത് ഇപ്പം തന്നെ ആരിഫ് ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫിന് സീറ്റ് കൊടുക്കുക. ആകെ ഒറ്റ സീറ്റേ ഉള്ളൂ. സിറ്റിംഗ് MP എന്ന് പറയുന്നത് ഒറ്റ ആളേ ഉള്ളൂ, ആരിഫ് മാത്രമാണ്. അപ്പോൾ ആലപ്പുഴയിൽ തുടർന്ന് ആരിഫിന് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു പിന്നെ ആവശ്യം ഇവിടെ ആലപ്പുഴയിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഗോവിന്ദ മാഷ് അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരിഫ് മികച്ച MP ആണ്, അദ്ദേഹം തന്നെ ഇവിടെ മത്സരിക്കുന്നു. പക്ഷേ പൊതുജനങ്ങളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ ആരിഫ് വിരുദ്ധമായ ചില പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാമ്പയിൻ നടക്കുമെന്ന് പറയുന്നു. അത് എങ്ങനെയെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ വിരുദ്ധമായ ഒരു ക്യാമ്പയിൻ എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ഇവരുടെ പാർട്ടിയുടെ അകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ അത് ആരിഫിന് നല്ലതുമല്ല. അല്ല, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ ജി സുധാകരൻ, അത് ജി സുധാകരനെ കേന്ദ്രീകൃതമായി നടക്കില്ല. അതിനകത്തെ ഒരാളല്ല. വേണ്ട, ജി സുധാകരൻ അതിന് ക്യാമ്പയിൻ നടത്തണ്ട. പക്ഷെ ജി സുധാകരന്റെ നിലപാടുകൾ, ജി സുധാകരൻ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊക്കെ കാര്യമുണ്ടെന്ന് കാണുക. ഇപ്പൊ ജി സുധാകരൻ ഏറ്റവും അങ്ങനെയുള്ള കാണുന്നവരുണ്ടാവും. ജി സുധാകരനെതിരെ മൂവ്മെന്റ് നടത്തിയതിൽ വളരെ പ്രധാനി ആരിഫാണെന്ന് പറഞ്ഞുകൊണ്ട് ജി സുധാകരൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുമായി ചേർന്നുകൊണ്ട് എനിക്കെതിരെ നേരത്തെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു, ഇത്തരത്തിലുള്ള ചില ക്യാമ്പയിനുകൾ നേരത്തെ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ ചോദിച്ചത്. അതും ഈ ആവശ്യവും കൂട്ടി വായിക്കുമ്പോൾ അതേ പറഞ്ഞ ആവശ്യം ശക്തമാണെങ്കിൽ അത് പ്രശ്നമാവും. പക്ഷെ ജിസുദാരൻ ഇങ്ങനെ അതിനുവേണ്ടി ഒരിക്കലും പാർട്ടി വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. അല്ല, പാർട്ടി വിരുദ്ധം ചെയ്യില്ല. പക്ഷെ എങ്കിൽ പോലും അല്ല, സ്വാധീനിച്ചൂടാകുന്നില്ല. അല്ല, അതാ പറഞ്ഞ സ്വാധീനിച്ചൂടാകുന്നില്ല. അതിലിപ്പോ ഈ പറഞ്ഞ അദ്ദേഹം ഒന്നും പറയണ്ട. അല്ല, നിഷ്പക്ഷമതയായിട്ട് ജിസുദാരനെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോ അങ്ങനെ ആ രീതിയിൽ ആലോചിക്കുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചത് മാരാരിക്കുളം എന്ന മണ്ഡലത്തിൽ വെച്ചിട്ട് അന്ന് ഉഗ്രപ്രതാപിയായ VS-നെ തോൽപ്പിച്ചു കൊടുത്ത ഒരു പാരമ്പര്യമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് പിന്നെ അതേ പറഞ്ഞ അത് പാർട്ടിയായിരുന്നു അതിന്റെ പിന്നിൽ. അതെ, പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ്. ഇപ്പോഴും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. അതിപ്പോ പാർട്ടിയിൽ അങ്ങനെ ഒരു എതിർ ശബ്ദം ഉണ്ടെങ്കിൽ അത് ഉണ്ടായിക്കൂടായില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആരിഫ് അങ്ങനെ ഭയങ്കര ശക്തനായ നേതാവല്ല, അതും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ആരിഫ് അങ്ങനെ ഭയങ്കര ശക്തനായ നേതാവെന്നല്ലല്ലോ, VS അത്രയും ശക്തനായ നേതാവായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ശക്തനായ നേതാവുമ്പോ ശക്തമായ അടി കിട്ടും. അടിയുടെ ആഘാതം കൂടും. അടിയുടെ ആഘാതം കൂടും. ഈ ജോർജ് പുളിക്കനുമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ സംഭാഷണം, അതായത് ഈ രാഷ്ട്രീയ സംഭാഷണത്തിൻ്റെ തുടർ ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമുക്ക് കേൾക്കാം. ഈ സംഭാഷണം ഈ ഇലക്ഷൻ വരെ നമ്മൾ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ ആളുകളും ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.